നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. രോഗികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലേക്കാണോ ഈ പോക്ക് പോകുന്നത്? എല്ലാ രംഗത്തും കേരളം നമ്പർ 1 എന്നാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രസംഗമൊക്കെ കേട്ടാൽ, മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതൊക്കെ കണ്ടാൽ, കേരളത്തിൽ എന്താ പറയണ്ടേ, ഒരാശുപത്രിയിലും ഒരു രോഗിയും കഷ്ടപ്പെടുന്നില്ല, ബുദ്ധിമുട്ടുന്നില്ല എന്നൊക്കെയാണ് തോന്നുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യം അങ്ങേയറ്റം മികച്ച നിലയിലാണ് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിക്ക് പറയാൻ പരാതികൾ ഏറെയാണ്. അദ്ദേഹം പറയുന്നു, ഇവിടെ ശസ്ത്രക്രിയകൾ മുടങ്ങിയിരിക്കുകയാണ്. ഇത് ഒന്നും രണ്ടുമൊന്നുമല്ല, അനവധി ശസ്ത്രക്രിയകൾ മുടങ്ങി. അതിന് കാരണങ്ങളുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല. അത് വേണം, ആവശ്യമാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് അതിന്മേൽ അത് വാങ്ങാനുള്ള നടപടികളൊന്നും ആയിട്ടില്ല. ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി പറഞ്ഞു, എന്നിട്ടും ഒന്നും നടന്നില്ല. എന്നെ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എന്നെ പിരിച്ചുവിടട്ടെ, സാരമില്ല, എന്നാലും ഇനിയും ഈ അനീതി സഹിക്കാൻ പറ്റില്ല. പാവപ്പെട്ട രോഗികൾ, അതായത് അരപ്പട്ടിണിയിലും മുഴുപ്പട്ടിണിയിലും ഒക്കെ കഴിയുന്ന രോഗികളുണ്ട്, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്തവർ. അവർക്ക് സൗജന്യമായി കിട്ടേണ്ട ചികിത്സയാണ്, അത് മുടങ്ങുന്നു. ഇവിടുത്തെ കയ്യിൽ പണമുള്ളവന് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാം, സർക്കാർ ആശുപത്രി തന്നെ വേണമെന്നില്ല, അവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ പാവപ്പെട്ടവൻ്റെ ഗതി എന്താകും? ഇതാണ്, ഈ പാവപ്പെട്ടവരെ ഒഴിവാക്കിയിട്ടാണോ ഈ നമ്പർ 1 കേരളം? അങ്ങനെയാണോ മന്ത്രി ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായി. ഇന്നലെ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹം പിൻവലിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ യൂറോളജി വിഭാഗത്തിൻ്റെ ഒറ്റ ഒരു വിഭാഗത്തിൻ്റെ കാര്യം മാത്രമാണ് ഇത്രത്തോളം നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ മറ്റുള്ള വിഭാഗങ്ങൾ ഇതിനേക്കാളും വളരെ മോശമായിട്ടുള്ള കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലവിധ കേസുകൾ അത് വളരെ വ്യക്തമാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് ക്ഷാമം വളരെ രൂക്ഷമാണ്. ഈ കാരുണ്യ വഴി മരുന്നുകൾ കൃത്യമായിട്ട് എല്ലാ മരുന്നുകളും ലഭിക്കുന്നില്ല. മരുന്നുകളുടെ ഷോർട്ടേജ് വളരെ വലുതാണ്. അത് എന്തുകൊണ്ടാണ്? ഈ ഉപകരണം, ശസ്ത്രക്രിയ ഉപകരണം, അവർ പറയുന്നത് ഈ ഇതിന് വേണ്ടുന്ന, അതായത് ഈ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് വരുന്നവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് സർജറി ചെയ്യേണ്ടപ്പോഴാണ് ഈ ഉപകരണങ്ങൾ വാങ്ങാൻ ആവശ്യം വരുന്നത്. ഇത് എഴുതി കൊടുത്തിട്ട്, അതായത് നേരത്തെ 32,000 രൂപ വിലയുള്ള സാധനം ഇപ്പം 41,000 രൂപയായി. അത് എഴുതി കൊടുത്തിട്ട് മാസങ്ങളായി. പക്ഷേ അത് വാങ്ങാൻ ഒരു നടപടിയും സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഉദ്യോഗസ്ഥരാരും വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല. വരട്ടെ, നോക്കട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, ഇതൊക്കെയാണ് മറുപടി. അതുപോലെ തന്നെ ഇപ്പോൾ രഞ്ജിനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒരു വിഭാഗത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല. ഏതാണ്ട് എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവുണ്ട്. അതുപോലെ തന്നെ മരുന്ന് ക്ഷാമം വളരെ രൂക്ഷമാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ല. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നറിയാം? വളരെ ലളിതമാണ്. പണമില്ല സർക്കാരിൻ്റെ കയ്യിൽ. സർക്കാർ കടമെടുത്താണ് ശമ്പളം കൊടുക്കുന്നത്, കടമെടുത്താണ് ക്ഷേമ പെൻഷനുകൾ അടക്കം കൊടുക്കുന്നത്. ഈ മെഡിസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അതിനേക്കാളും ചേട്ടൻ ജനറൽ വാർഡിൽ പോയിട്ടുണ്ടോ? രോഗികൾക്ക് കിടക്കാൻ സ്ഥലമില്ല, തറയിൽ കിടക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് മെഡിക്കൽ കോളേജിലെ കാഴ്ച നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോകും. കാരണം കട്ടിൽ കിടക്കുന്നവർ, കട്ടിലിന് താഴെ തറയിൽ കിടക്കുന്നവർ, വരാന്തകളിൽ കിടക്കുന്ന രോഗികൾ, ഇതൊക്കെ മെഡിക്കൽ കോളേജിലെ സ്ഥിരം കാഴ്ചയാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. മാറി മാറി കേരളം ഭരിച്ച ഇടതു വലതു മുന്നണികൾക്ക് ഈ കാര്യത്തിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് 9 വർഷമായി കൃത്യമായിട്ടുള്ള നിയമനങ്ങൾ നടത്തുന്നില്ല. ഒരു 9 കൂടുതൽ വർഷം. അതെ, നിയമനങ്ങൾ നടത്തുന്നില്ല. ഇത്രയും 300-400 രോഗികളെ 2 ഡോക്ടേഴ്സോ 1 ഡോക്ടറോ ഒക്കെയാണ് പരിശോധിക്കാൻ. നഴ്സിംഗ് സ്റ്റാഫുകളില്ല. അവിടെ രോഗി, നമ്മൾ അവിടെ ചെന്ന പിറ്റേ ദിവസം മുതൽ നമ്മൾ തന്നെ പഠിക്കും. ട്രിപ്പ് ഇടാനും, ജസ്റ്റ് ബ്ലഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിക്കും. കാരണം
ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോൾ എൻ്റെ റിലേറ്റീവിന് ഇത്തരത്തിൽ ഒരു ട്രിപ്പ്, എനിക്കതറിയില്ല, പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രോഗിയുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് ആ ട്രിപ്പ് മാറ്റി, അതായത് അതിൽ നിന്ന് മാറ്റിയിട്ട്, അതൊക്കെ ഒരു നഴ്സിംഗ് സ്റ്റാഫ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത് എന്തെങ്കിലും അപകടമുണ്ടാവും. പക്ഷെ ഞാൻ കൂളായിട്ട് എന്ന് പറയാം, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ തന്നെ ഇത് പഠിച്ചതാണ് എന്നുള്ളത് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നുണ്ട്. പല കാര്യങ്ങളും അത് വളരെ വ്യക്തമാണ്. ഇതിനെല്ലാം കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. സർക്കാർ മുടിഞ്ഞ് നാമാവിശേഷമായിരിക്കുന്ന അവസ്ഥയാണ്, ഖജനാവ് ശൂന്യം. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഈ സർക്കാരിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കണം, അധികാരം തുടരണം. ഇതല്ലാതെ സർക്കാരിനെ സംബന്ധിച്ച് ഈ കൃത്യസമയത്ത് ചികിത്സ എത്തിക്കുക, ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കുക, ആവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിക്കുക, ഇതൊന്നുമല്ല. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് സൗജന്യമായിട്ട് മരുന്നുകൾ ലഭിക്കേണ്ട ഒരു വിഭാഗം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, ദരിദ്രരും അതിദരിദ്രരുമായി. അവർക്ക് ഏക ആശ്വാസം ഈ പണ്ടൊക്കെ നമ്മളിത് അറിയുന്നത് തന്നെ ധർമാശുപത്രി എന്നാണ്. ഈ ധർമാശുപത്രികളാണ് മെഡിക്കൽ കോളേജുകൾ. ഈ പാവപ്പെട്ടവർ പിന്നെ എവിടെ പോവും? അവർ മരിച്ചു വീഴണമെന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതോ അങ്ങനെയുള്ളവരെ, ഈ പാവപ്പെട്ടവർ മുഴുവനും മരിച്ചു കഴിയുമ്പോൾ കേരളം നമ്പർ 1 ആയിട്ട് നിൽക്കുമോ, തുടരുമോ? എന്താണ് ആരോഗ്യമന്ത്രി ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചോദിച്ചാലും നല്ല വടിവൊത്ത അച്ചടി ഭാഷയിൽ സംസാരിക്കാൻ ആരോഗ്യമന്ത്രിക്ക് അറിയാം. വളരെ കൃത്യമായിട്ട് അക്കമിട്ട് വിവരങ്ങളൊക്കെ നിരത്തി. ആരോഗ്യമന്ത്രി നാട്ടിലുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ല, ആരോഗ്യമന്ത്രി എവിടെ പോയാലും നമുക്കിവിടെ ഭരണം നടന്നാൽ മതി, ആൾക്കാർക്ക് ചികിത്സ കിട്ടിയാൽ മതി. നമുക്ക് ആരോഗ്യമന്ത്രി എവിടെ പോകുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമില്ല. അവർക്ക് പല സ്ഥലത്തും പോകാനുണ്ടാവും, അവരുടെ ഭരണപരമായ ഔദ്യോഗികമായ കാര്യങ്ങളും അല്ലാതെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും ഒക്കെ കൊണ്ട് അവർക്ക് പലയിടത്തും യാത്ര ചെയ്യേണ്ടി വരും. നമ്മൾ അതിനകത്തൊന്നും തലയിടുന്നില്ല. പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായിട്ട് ചികിത്സ കിട്ടിയിരിക്കണം, അവർക്ക് മരുന്നുകൾ കിട്ടിയിരിക്കണം, അവരുടെ ശസ്ത്രക്രിയകൾ മുടങ്ങാതെ സമയത്തിന് നടക്കണം. ഇത് ഡോക്ടറുടെ കുറിപ്പനുസരിച്ചാണെങ്കിൽ, ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ കുറിപ്പനുസരിച്ചാണെങ്കിൽ ഒരു രോഗിയുടെ ശസ്ത്രക്രിയ 3-4 വട്ടം മാറ്റിവെക്കുകയാണ് ഉപകരണം കിട്ടാത്തത് കൊണ്ട്. എത്ര പരിതാപകരമാണ് അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരാളിനെ ആ ശസ്ത്രക്രിയ 3-4 തവണയൊക്കെ മാറ്റി വയ്ക്കുക, എന്നിട്ട് അത് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുക. ഇവിടെ അത് നടന്നു, ഇത് നടന്നു, ഇന്നലെയും 3 ശസ്ത്രക്രിയ നടന്നു. 30 ശസ്ത്രക്രിയ നടക്കേണ്ട ദിവസമായിരിക്കാം. അല്ല, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രോഗികൾ തന്നെ പലയിടത്തുനിന്ന് പിരിച്ച് അതെ, ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് വരികയാണ്. അങ്ങനെയാണ് അവർക്കത് ചെയ്തു കൊടുക്കുന്നത്. ഒരു ഡോക്ടർ, അതും ഈ ഡോക്ടർ നിസ്സാരക്കാരനല്ല, തിരുവനന്തപുരത്തെ വളരെ പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാര്യ സഹോദരനാണ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം പറയുകയാണ്, നിവർത്തി കെട്ടു, അസഹ്യമായതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്, എന്തും ചെയ്തോട്ടെ ഈ പാവപ്പെട്ട രോഗികളെ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു, എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു യുവാവിന് അടിയന്തരമായിട്ട് ചികിത്സ, ഈ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സ നൽകണം. അതൊരു ശസ്ത്രക്രിയ പോലെയാണ്. അതിന് സാധിച്ചില്ല. അത് ഈ വൃക്കയിലെ കല്ലെന്നൊക്കെ പറഞ്ഞാൽ രോഗികൾക്ക് അതികഠിനമായ വേദനയാണ്. ഈ പെയിൻ കില്ലറൊക്കെ കൊടുത്താൽ തന്നെ അപകടമാണ്. ഈ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് അങ്ങനെ പെയിൻ കില്ലറുകൾ കൊടുക്കാൻ സാധിക്കില്ല. കാരണം വൃക്ക ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്, ആ രോഗിയുടെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ, ഒരച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ, ഒരു വീട്ടമ്മയുടെ പ്രതീക്ഷ, ഒരു ഭാര്യയുടെ, മക്കളുടെ ഒക്കെ പ്രതീക്ഷയായിരിക്കും ഈ ചെറുപ്പക്കാരൻ. എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് അയാളുടെ ചികിത്സ ഇങ്ങനെ ശസ്ത്രക്രിയ മാറ്റി വെക്കേണ്ടി വരുന്നു. ഇത് എനിക്ക് ഗതികെട്ടിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പിന്നെ ജില്ലാ മേധാവിയൊക്കെ, ഈ DME ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. ഇതൊക്കെ പരാതി ലഭിച്ചിട്ടാണോ അറിയേണ്ടത്? ഒരു ആരോഗ്യമന്ത്രി വളരെ നിരുത്തരവാദപരമായിട്ട് പറയുകയാണ്, പരാതി ഒന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാലേ മന്ത്രിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വകുപ്പിൽ എന്താ നടക്കുന്നതെന്ന്. അവിടെ ഇന്ന സാധനം തീർന്നുപോയി, അത് ആവശ്യമുണ്ട്, വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ട് മാസങ്ങളായി. ആ കത്ത് ആരോഗ്യമന്ത്രി കണ്ടില്ലേ? അല്ലെങ്കിൽ ഈ വകുപ്പിലാരും കണ്ടിട്ടില്ലേ? ഈ ഡോക്ടർ പറയുന്നു, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം, അതാണ് ആരോഗ്യമേഖലയിൽ നടക്കുന്നത്. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനാകില്ല,
അവരോട് നമുക്കൊരു കാര്യവും പറഞ്ഞ് അവരിൽ നിന്ന് അവരെ കൊണ്ട് സമയത്തിന് ഇത് ചെയ്യിക്കാം. ഡോക്ടർക്ക് പോയി വാങ്ങാൻ സാധിക്കില്ലല്ലോ. ഡോക്ടർക്ക് ഇന്ന ഇത് മരുന്ന് ആവശ്യമുണ്ട്, ഇന്ന ഉപകരണം ആവശ്യമുണ്ടെന്ന് എഴുതി കൊടുക്കാനേ പറ്റുള്ളൂ. അത് വാങ്ങിപ്പിക്കാനാണ് ഒരു സംവിധാനം അവിടെ ഉണ്ട്, ഒരു പർച്ചേസ് വിഭാഗമുണ്ട്, അതിന് വേണ്ടുന്ന ഒരു ക്ലറിക്കൽ വിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണത് സമയത്തിന് കൃത്യമായിട്ട് വാങ്ങി ഈ ഡോക്ടർക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്. അത് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും? ഈ ഡോക്ടർ നാളെ ഇറങ്ങി നടക്കണോ കടകൾ തോറും ഈ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ വേണ്ടി, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി? ഈ ആരോഗ്യമന്ത്രി എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ വടിവത്ത ഭാഷയിൽ, അച്ചടി ഭാഷയിൽ സംസാരിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് സമയത്തിന് ചികിത്സ കിട്ടണം, അതാണ് മന്ത്രി ചെയ്യേണ്ടത്. ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിന്നിട്ടും കേരളം നമ്പർ 1 ആണെന്ന് പറയാൻ ഈ ഒരു ഭരിക്കുന്ന ഈ ഭരണകൂടത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും അത് സാധിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.